കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ ബോഡി ബിൽഡർ മുഹമ്മദ് സാദിഖിന്റെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാളിൽ നിന്ന് ലഹരി വാങ്ങുന്നവരെ കണ്ടെത്താനായുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർജുൻ, ഒരുപാട് സമസ്ത മേഖലകളിലും വലിയ മികവൊക്കെ തെളിയിച്ച മിസ്റ്റർ എറണാകുളമൊക്കെയായി മാറിയ ബോഡി ബിൽഡറാണ്, റേസറാണ്, ആളൊരു മിടുക്കനാണ്. പക്ഷേ ആ മിടുക്കൽപ്പം കടന്നുപോയത് ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോഴാണ് ശരിക്കും പെട്ടുപോയത്. സമൂഹ ദ്രോഹിയായി ഇയാൾ കുറേ നാളുകളായി തന്നെ ലഹരി കച്ചവടം നടത്തുന്ന ആളാണോ? അങ്ങനെയാണോ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് അക്കൗണ്ടിലൂടെ ഉണ്ടായിരിക്കുന്നത്? അർജുൻ. ഷിഹാസ്, അങ്ങനെ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ഇടപാട് ഇയാളുടെ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ ഇടപാടുകൾ ഇയാളുടെ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാദിഖിന്റെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരനാണ് ഇയാൾ എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. നേരത്തെ വൈറ്റ് കോളർ ലഹരി കേസിലെ പ്രതിയായ കെവിന്റെ കൂട്ടാളിയാണ് മുഹമ്മദ് സാദിഖ് എന്ന നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇയാളെ തൃക്കാക്കരയിൽ നിന്നും പോലീസ് പിടികൂടിയത്. 391 ഗ്രാം MDMA-യുമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. അതായത് ബംഗളൂരുവിൽ നിന്ന് MDMA കേരളത്തിലേക്ക് എത്തിക്കുന്നു. പ്രധാനമായും കുമരകത്തെ റിസോർട്ടുകളിലും മറ്റും എത്തിച്ച് അവിടെ നിന്ന് പല ഇടനിലക്കാർ ഒന്നിച്ച് വീതം വെച്ച് പല പാക്കറ്റുകളിലാക്കി പല ഭാഗങ്ങളിലേക്ക്, പല ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം ഇവരുടെ ഇടപാടുകാരാകട്ടെ, അതിൽ ഡോക്ടർമാരുണ്ട്, അത്തരത്തിൽ പ്രധാന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണോ?